കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ രണ്ടാമത് സാഹിത്യ പുരസ്കാര സമർപ്പണവും ആദരണ അനുമോദന സമ്മേളനവും നടന്നു. ചെർപ്പുളശ്ശേരി ശബരി ഹാളിൽ മലയാള മിഷൻ മുൻ രജിസ്ട്രാറും കവിയുമായ വിനോദ് വൈശാഖി ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് വയലാറും നയനാറും അതിനാണ് നമ്മൾ പറയുന്നത് പുരോഗമന സാഹിത്യവും പുരോഗമന രാഷ്ട്രീയവും എന്ന് പറയുന്നത്. പുരോഗമന സാഹിത്യവും പുരോഗമന രാഷ്ട്രീയവും എന്നും കേരളത്തിൽ നിലനിൽക്കണം. അത് ഷൊർണൂരിൽ നിലനിൽക്കണം, അത് നമ്മുടെ നാട്ടിലെല്ലാം നിലനിൽക്കണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് രണ്ട് പില്ലറുകളാണ്. അതിന്റെ മുകളിലാണ് സാഹിത്യം നിൽക്കുന്നത്. അപ്പോൾ എന്തെയും അത് നന്നായിട്ട് നമ്മുടെ നവോത്ഥാനത്തിന്റെ തുടർച്ചയായ പുരോഗമനത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ വയലാർ എഴുതിയപ്പോൾ വൈലോപ്പിള്ളി വളരെ രസകരമായ ഒരു കാര്യം പറഞ്ഞു. വൈലോപ്പിള്ളി പറഞ്ഞു, ബദ്ധകമ്പളം ചീനനാ കട്ടിലിൽ ബുദ്ധവിഗ്രഹം പോലെ ഇരിക്കവേ വെട്ടി മിന്നി ചലിച്ചിതാ ചീനന്റെ പുഷ്ടി തറയ്ക്കുമേ ചെന്നു വീണിതാ പേടകം ചുറ്റിലും ചിന്നി മിന്നിയ വിങ്കര പല്ലുകൾ ചോപ്പിരട്ടിച്ചു തൻ മുഖത്തെന്നാലും സായിപ്പ് പുഞ്ചിരി തൂകിനാലപ്പോഴും എന്തുദാരം ഹാ വാണിജ്യ സാമ്രാജ്യ തന്ത്രശാലികൾക്കുള്ളോരാ പുഞ്ചിരി. സാഹിത്യരംഗത്ത് വള്ളുവനാടൻ തനിമ ചോരാതെ തനതായ എഴുത്തിടം സൃഷ്ടിക്കുന്ന കഥാകാരി ശാലിനി മുരളി, നോവൽ സാഹിത്യ മേഖലയിൽ പുതുമയാർന്ന ശൈലി അവലംബിച്ച മണികണ്ഠൻ കൊളത്തൂർ, ബാലസാഹിത്യരംഗത്തെ നിസ്തുലമായ സംഭാവനകൾ കണക്കിലെടുത്ത് കേൻകുട്ടി കടമ്പഴിപ്പുറം എന്നിവർക്കാണ് 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയ പുരസ്കാരം നൽകിയത്. വള്ളുവനാടൻ സാഹിത്യരംഗത്ത് തനതായ രചനാശൈലി കൊണ്ട് കവിതാ മേഖലയിൽ സജീവത പുലർത്തുന്ന പ്രിയപ്പെട്ട സാഹിത്യകാരി ശ്രീമതി ശാലിനി മുരളിക്ക് മലബാർ സൗഹൃദവേദിയുടെ സാഹിത്യ പുരസ്കാരം സമർപ്പിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുത്ത് എല്ലാവരും അനുമോദിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട വിനോദ് വൈശാഖി അവരുകളാണ് എല്ലാവർക്കും സമ്മാനം നൽകുന്നത്. ഇതിനുള്ള പ്രശസ്തി പത്രങ്ങൾ നൽകും. നോവൽ സാഹിത്യ മേഖലയിലെ പ്രതിഭാധനനായ എഴുത്തുകാരൻ ശ്രീ മണികണ്ഠൻ കൊളത്തൂരിന് മലബാർ സൗഹൃദവേദിയുടെ പ്രതിഭാ പുരസ്കാരം 2026 സമർപ്പിക്കുന്നു. സാഹിത്യ പ്രതിഭാ പുരസ്കാരം 2026 സമർപ്പിക്കുന്നു. ഇനിയും ധാരാളം രചനകൾ ശ്രീ കേൻകുട്ടിയുടെ തൂലികയിൽ പിറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചടങ്ങിൽ മലബാർ സൗഹൃദവേദി രക്ഷാധികാരിയും പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റൽ കോർഡിനേറ്ററുമായ KR രവി അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയും ചലച്ചിത്ര നടനുമായ മോഹൻകുമാർ അമ്പലപ്പാറ, നഗരസഭ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ K ബാലകൃഷ്ണൻ, സംഘാടക സമിതി ചെയർമാൻ TP ഹരിദാസൻ, സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരിക്കുളം, ലൈബ്രറി കൌൺസിൽ പാലക്കാട് താലൂക്ക് കമ്മിറ്റി അംഗം VA രാജൻ എഴക്കാട്, ചെർപ്പുളശ്ശേരി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ VP ഷമീജ്, ശ്രീലജ വാഴക്കുന്നത്ത്, മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, സൗഹൃദവേദി പ്രസിഡന്റ് ഡോക്ടർ K അജിത് മാരായമംഗലം, സെക്രട്ടറി ഗോപൻ എഴക്കാട്, അയ്യപ്പൻകാവ് ദേവസ്വം ട്രസ്റ്റി M മനോഹരൻ, കലാമണ്ഡലം ശിവരാമൻ, രാജൻ മുളയങ്കാവ്, സത്യനാരായണൻ, മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു. SSLC +2 ഉന്നത വിജയം നേടിയവരെയും ബയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ K ശില്പയെയും ആദരിച്ചു. അയ്യപ്പൻകാവ് ട്രസ്റ്റി ബോർഡ് മെമ്പർ ശ്രീ മനോഹരൻ അവരുടെ നമ്മുടെ മലബാർ സൗഹൃദവേദിയുടെ അടക്കാവുന്ന ശബരി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. ചെപ്പശ്ശേരി ജീവിച്ച ശ്രീമന്യ മാരണമെങ്കിലും അതുപോലെ തന്നെ അടുത്ത സ്നേഹ വരൂ ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന നമ്മുടെ വിവിധ മേഖലകളിലാണ് ഓരോ കുട്ടികളും ഓരോരുത്തരും എടുത്ത് നല്ല കൈയ്യെടുക്കും. നല്ല കൈയ്യെടുക്കും. ആദ്യത്തെ വ്യക്തിത്വമാണ്. ആദ്യത്തിന് നല്ല കൈയ്യടി നൽകി പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ CCN ചെർപ്പുളശ്ശേരി.